ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റോട് കൂടി നല്ല സോഫ്റ്റോട് കൂടിയുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പ് 2 കപ്പ് അരിപ്പൊടിയും 3/4 കപ്പ് മൈദയും 1/4 കപ്പ് വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് 250 ml കപ്പി 2 കപ്പ് നല്ല ചൂടോട് കൂടിയുള്ള ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. തണുത്തതല്ല, ചൂടോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നോളൂ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വരാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഞാൻ പാളയന്തോടൻ പഴം 4 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാകും. ഇത് ചെറുതായതുകൊണ്ട് 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ശർക്കരപ്പാനി വെള്ളമാണെങ്കിലും ചൂടോട് തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യാനുസരണം ശർക്കരപ്പാനിയോ വെള്ളമോ ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 5-8 ഏലക്കയും കൂടെ പഞ്ചസാരക്കകത്ത് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയും ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതില്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരക്കകത്ത് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കത് ഒരു 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 8 മണിക്കൂർ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് 1 മണിക്കൂറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയോ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തും കറുത്ത എള്ളും കൂടെ നെയ്ക്കകത്ത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസും ആകരുത്, എന്നാൽ അധികം കട്ടിയാകരുത്. ആ രീതിയിൽ വേണം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് റവയൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നോളൂ. അതനുസരിച്ച് നമ്മൾ ശർക്കരപ്പാനിയോ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് ഞാൻ 1 മണിക്കൂർ വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 മണിക്കൂർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ് നെയ്ക്കകത്ത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. ഈ ഒരു നമ്മുടെ ബാറ്റർ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഒരേ കുഴിയിലേക്ക് നമുക്കൊരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് ഇത് തന്നെത്താൻ ഇളകി വന്നോളും, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ലൊരു ബ്രൗൺ നിറം ആകുന്ന വരെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം വളരെ ടേസ്റ്റോടു കൂടിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എൻ്റെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ബാക്കി എല്ലാ ഉണ്ണിയപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് 3-4 ദിവസം ഇരുന്നാലും ഒരു കേടും ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ നമ്മളിത് ഓയിലിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്. ബൈ.